അടിയന്തര ഘട്ടങ്ങളിൽ ഓടിയെത്തുന്ന തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗമാണിത്. ഇതിനടുത്തു തന്നെയാണ് മൃതദേഹം സൂക്ഷിക്കുന്ന ശീതീകരണ മുറിയും. ഇതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണ പരാജയമാണ്. രാത്രിയായാൽ വെളിച്ചമില്ല. മാത്രമല്ല, മുമ്പ് ശീതീകരണ മുറിയിൽ വെച്ച് മൃതദേഹങ്ങൾ എലികൾ കടിച്ചു കീറിയ ചരിത്രവുമുണ്ട്. 24 മണിക്കൂർ പോസ്റ്റ്മോർട്ടത്തിനുള്ള സൗകര്യവും ആളുകളും ഇവിടെയില്ല. വൈകിട്ട് 6 മണിവരെ പോസ്റ്റ്മോർട്ടം സമയം നീട്ടണമെന്ന നിർദ്ദേശം സർക്കാർ സ്വീകരിച്ചതുമില്ല. ഇതുമൂലം കുടുംബങ്ങൾക്കുണ്ടാവുന്ന പ്രയാസം തുടരുകയാണ്. 24 മണിക്കൂർ ഓട്ടോപ്സിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ഗവൺമെൻറ് ഓർഡറും ഞങ്ങൾ റിസീവ് ചെയ്തിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഗവൺമെൻറ് ഒരു ഇനീഷ്യേഷനും ഇതുവരെ എടുത്തിട്ടില്ല. കോൾഡ് റൂമിനകത്ത് കെട്ടിക്കിടക്കുന്ന രക്തം നീക്കം ചെയ്യാൻ ജീവനക്കാരോ വെള്ളമൊഴിച്ചാൽ ഒഴുകിപ്പോകാൻ ദ്വാരമോ ഇല്ല. ഇവിടെ വെച്ചാണ് മുമ്പ് മൃതദേഹങ്ങൾ എലികൾ കടിച്ചു കീറിയത്. ഇവിടെ നിന്നും മോർച്ചറിയിലേക്കുള്ള 150 മീറ്റർ ദൂരത്തിൽ ഒരിടത്ത് പോലും നിലം കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ദൂരത്തിനൊപ്പം വഴിയുടനീളം കുറ്റിക്കാടുകളുമുണ്ട്. പകൽ തന്നെ ഇഴജന്തുക്കളെ പേടിക്കേണ്ട ഇതിലൂടെയാണ് വീട്ടുകാർ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് സമീപത്തായി കാട് പിടിച്ചു കിടക്കുകയാണ്. പെരുച്ചാഴുകളുടെയും എലികളുടെയും ശല്യവുമുണ്ട്. ചുറ്റുമതിലില്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും കുറവല്ല. മോർച്ചറിക്ക് സമീപത്ത് വെളിച്ചമോ കാവലിരിക്കാൻ ജീവനക്കാരോ ഇല്ല. ഇങ്ങനെ സുരക്ഷയോ ജീവനക്കാരോ സൗകര്യമോ ഇല്ലാതെയുള്ള തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറി ശീതീകരണ സംവിധാനത്തിന്റെ പ്രവർത്തനം നേരാക്കണമെന്ന സർക്കാരുകൾ അവഗണിക്കുകയാണ്. ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനമാണിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുന്നത്. തൃശ്ശൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമലിനൊപ്പം അഫ്താബുർ റഹ്മാൻ,